കാനഡയിൽ ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ വന്നതിന് ശേഷം കാനഡ PR കിട്ടാതെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്ന് വിഷമിച്ചിരുന്ന അനേകർക്ക് ഒരു ആശ്വാസമായിട്ടാണ് IRCC ഏറ്റവും പുതിയൊരു ഡ്രോ കണ്ടക്ട് ചെയ്തത്. അതിൽ പ്രകാരം ഏകദേശം 6000 പേർക്കാണ് ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലുള്ളവർക്ക് PRൻ്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. അങ്ങനെ കാനഡയിൽ വർക്ക് ചെയ്യുന്നവർക്ക് IRCC കണ്ടക്ട് ചെയ്തതിൽ തന്നെ ഏറ്റവും ഒരു ബിഗസ്റ്റ് ഡ്രോയാണ് അവർ കണ്ടക്ട് ചെയ്തത്. അങ്ങനെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിലൊക്കെ പഠിക്കാൻ വന്നവരുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കാനഡ PR സ്വപ്നം കണ്ടുകൊണ്ടാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് PR ഡയറക്റ്റ് കിട്ടുകയൊക്കെ ചെയ്തത്. കാനഡയിൽ പഠിക്കാൻ വന്നതിന് ശേഷം അവർ വർക്ക് ചെയ്യുന്നൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു കനേഡിയൻ എക്സ്പീരിയൻസ് കിട്ടുകയും അതെല്ലാം ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ് അവർ പെടുന്നതും. അങ്ങനെയുള്ള CEC കാറ്റഗറിയിലെ ഒരു ബിഗസ്റ്റ് ഡ്രോയാണ് ഈ 2025 ഡിസംബർ മാസത്തിൽ കഴിഞ്ഞത്. ഇതിനു മുമ്പ് ഏറ്റവും ഒരു ബിഗസ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് ഈ കാറ്റഗറിയിൽ തന്നെ, അതായത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൻ്റെ ഈ കാറ്റഗറിയിൽ ഏകദേശം 6300 പേർക്ക് PR കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. അത് 2024 ജൂലൈയിലായിരുന്നു. അതിനുശേഷം ഇത്ര 6000 പേർക്ക് ഒരുമിച്ച് PR കൊടുക്കുന്നത് ഇപ്പം 2025 ഡിസംബറിലാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വട്ടം ആകെ ഉണ്ടായിരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് CRS സ്കോർ ഒരുവിധം ഉയർന്നു തന്നെയാണ് ഇരുന്നതെന്നുള്ളതാണ്. നേരത്തെയൊക്കെ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൻ്റെ ആൾക്കാർക്ക് ഡ്രോയിലൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ ഒരു 450 സ്കോറുള്ളവർക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വട്ടം സ്ഥിരം അവർ വിളിച്ചുകൊണ്ടിരുന്ന ഒരു 530 പകരം 520 ഒരു ഡ്രോയാണ് കണ്ടക്ട് ചെയ്തത് എന്നതാണ് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നൊരു കാര്യം. ഞാൻ മുൻ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അവർ കണ്ടക്ട് ചെയ്യുന്ന ഡ്രോയൊക്കെ 2026 കോട്ടയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണെന്നുള്ളത്. 2026 കോട്ട നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഏകദേശം 3,80,000 പേർക്ക് അവർ PR ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ബിഗസ്റ്റ് ആയിട്ട് ഡ്രോ കണ്ടക്ട് ചെയ്തത്. 2026 ജൂൺ വരെ ഏകദേശം ഇതേപോലത്തെ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് PR കൊടുക്കുകയൊക്കെ ചെയ്യും. CECയുടെ ഡ്രോയിൽ ഇതേപോലെ തന്നെ 6000 പേർക്ക് ഇൻവിറ്റേഷനൊക്കെ കിട്ടിയത് 2021 അതിനുശേഷം മിക്ക ഡ്രോയിലും അതിലും കുറഞ്ഞ നമ്പറിലുള്ള ആൾക്കാർ മാത്രമേ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം 2025 ആദ്യത്തെ ഒരു ക്വാർട്ടറിലേക്ക് നമുക്ക് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വെറും 1000 പേർക്ക് മാത്രമേ ഈ CEC കാറ്റഗറിയിൽ അവർ PR കൊടുത്തിട്ടുള്ളൂ. ഇതുകൂടാതെ തന്നെ CRS അവർ കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് 520 530 ഒക്കെയാണ്. അത് ഒക്കെ കണ്ടിട്ടാണ് പല ആൾക്കാരും തിരിച്ച് നാട്ടിലേക്ക് പോകാം, ഇനിയും കാനഡയിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, PR കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ IRCCയുടെ ഡ്രോ കണ്ടക്ട് ചെയ്തതിൽ കൂടി ആൾക്കാർക്ക് മുഴുവൻ ലഭിച്ചത്. ഇതേപോലെ തന്നെ ഇത്രയും ഹൈ നമ്പറിലുള്ള ഒരു ഇൻവിറ്റേഷൻ അവർ കണ്ടക്ട് ചെയ്തത് 2025 മാർച്ചിലായിരുന്നു. അന്നത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഒരു കാറ്റഗറി ആയിരുന്നു. അതായത് ഫ്രഞ്ച് ലാംഗ്വേജൊക്കെ നല്ലതായിട്ട് അറിയാവുന്നവർക്കും അതിലൊക്കെ പ്രൊഫഷ്യൻസി പ്രൂവ് ചെയ്ത ആൾക്കാർക്കുമായിരുന്നു ആ ഡ്രോയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നത്. പക്ഷേ CEC കാറ്റഗറി എന്ന് പറയുന്നത് കാനഡയിൽ പഠിക്കാൻ വന്നതിന് ശേഷം ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് PR കിട്ടുന്നൊരു കാറ്റഗറിയാണ്. 2021 ഫെബ്രുവരിയിലെ ഒരു വൺ ടൈം ഇനിഷ്യേറ്റീവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് CEC കാറ്റഗറി വരുന്ന ഏകദേശം 27,000 പേർക്കാണ് അന്ന് കാനഡ PR കൊടുത്തത്. അത് കണ്ടിട്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വരികയും അതിനുശേഷം CEC കാറ്റഗറിയിൽ അവർ ഉൾപ്പെടുകയും ഒരു PR സ്വപ്നം കണ്ടുകൊണ്ട് വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. 2021 ഇതേപോലെ തന്നെ 6000 പേർക്കൊക്കെ ഇൻവിറ്റേഷൻ കൊടുത്തപ്പോൾ അന്നത്തെ ഒരു കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് 350 400 420 ഒക്കെ ആയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ CRS സ്കോർ ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത്. കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ 500 മുകളിൽ CRS സ്കോർ ഉള്ളവരുടെ എണ്ണം ഏകദേശം 26,000 പേരുണ്ട് എന്നുള്ളതാണ്. ഇത്രയധികം ആൾക്കാർ 500 മുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർക്ക് ഡയറക്റ്റ് PR കൊടുക്കാനാണ് ഗവൺമെൻറ് ഇപ്പം ശ്രമിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിലും 6000-ൻ്റെ അടുത്തൊക്കെ ഇൻവിറ്റേഷൻ കൊടുത്തുവാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഡയറക്റ്റ് PR കിട്ടി കാനഡയിൽ തുടരാൻ സാധിക്കുന്നതുമാണ്. പുതിയൊരു കാനഡ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.